ട്രാക്ക് IDTR ട്രോമ കെയർ ആൻഡ് റോഡ് ആക്സിഡന്റ് എയ്ഡ് സെന്റർ ഇൻ കൊല്ലം എന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊല്ലത്തിന്റെ NGO ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. 2014 മുതൽ ഈ സംവിധാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പൊതുജനങ്ങൾക്കും മധ്യേ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ റോഡ് സേഫ്റ്റി അവയർനെസ്സിന് വേണ്ടി രൂപീകരിച്ചതാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ തലങ്ങളിലുള്ള പരിശീലനങ്ങളും ട്രാക്കിന്റെ ലേബലിൽ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തായി നടന്നുവരുന്നു. ട്രാക്ക് IDTR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് MVD കേരളയാണ് നിയന്ത്രിക്കുന്നത്. 5 ദിവസം നീണ്ട ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ബാച്ചിന്റെ കോൺവക്കേഷൻ സെറമണി കൊല്ലത്ത് നടന്നു. നമുക്കറിയാം, ഇന്ന് വാഹനാപകടങ്ങൾ ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാഹനാപകടങ്ങൾ കുറയ്ക്കുവാനായിട്ടുള്ള ഒട്ടനവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹന അപകടങ്ങളിൽപ്പെട്ട് പ്രതികളാകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങും മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവേഴ്സ് ട്രെയിനിങ് റിസർച്ച് സെൻറ്റർ എടപ്പാളാണ് MVDയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ട്രെയിനിങ് സെൻറ്റർ നടക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ട്രെയിനിങ്ങിൽ ഒന്നാണ് ഈ 5 ഡേ കറക്റ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് ഒരാൾ പ്രതിയാകുകയാണെങ്കിൽ തീർച്ചയായും 5 ദിവസത്തെ ക്ലാസ്സിന് അവിടെ അറ്റൻഡ് ചെയ്യണം. വിവിധ തരത്തിലുള്ള സിലബസുകളാണ് ഈ ട്രെയിനിങ്ങിൽ വരുന്നത്. ഒരാൾ എങ്ങനെ വാഹനം ഓടിക്കണം, ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അയാളെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളിനെ രക്ഷപ്പെടുത്തണം, അതേ കണക്ക് തന്നെ പ്രഥമ ശുശ്രൂഷ പരിശീലനം, വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അറിയാൻ പറ്റുമോ അതെല്ലാം ഈ ക്ലാസ്സിൽ കൊണ്ട് അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു പുതിയ മനുഷ്യനായിട്ട് ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ IDTR എടപ്പാൾ പോയി ട്രെയിനിങ് നൽകുക എന്ന് പറയുന്നത് വളരെ അസൗകര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ജില്ലകളിലും ഇതിൻ്റെ എക്സ്റ്റൻഷൻ സെൻറ്ററിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ലയിൽ 2014 ആരംഭിച്ച ട്രാക്ക് എന്ന് പറയുന്ന സൊസൈറ്റി. പ്രധാനപ്പെട്ട ട്രാക്കിൻ്റെ ഉദ്ദേശം വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ട്രാക്ക് എന്തുകൊണ്ടും ഈ ഒരു ട്രെയിനിങ് ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ അനുയോജ്യമായൊരു കാര്യമാണ്. അങ്ങനെ ട്രാക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുകയും ട്രാക്കിൻ്റെ പ്രവർത്തനം മികവ് കൊണ്ട് കൊല്ലത്ത് ഈ ഒരു സെൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുകയും ചെയ്തു. ഇന്നിവിടെ നടന്നു വന്നത് 2ാമത്തെ ബാച്ചാണ്. 24 പേരാണ് ഇന്നത്തെ ബാച്ചിൽ ഈ ട്രെയിനിങ് പൂർത്തീകരിച്ച് പുറത്തു പോയിട്ടുള്ളത്. കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇപ്പോൾ കുറച്ച് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പ്രതികളാകുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങും നമ്മൾ നൽകി വരികയാണ്. എന്തുകൊണ്ടും നാളെ ഒരു നല്ല ഒരു റോഡ് സംസ്കാരം ഇതുവഴി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.